എല്ലാവർക്കും ഒരു ഈദ് മുബാറക്. നിങ്ങളുടെയൊക്കെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ എവിടെയായി? നമ്മുടെ കുഞ്ഞി കുടുംബത്തിന്റെ ഒരു കുഞ്ഞു പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നേരത്തെ എണീറ്റു. നമ്മൾ എല്ലാ തവണയും ചിക്കനാണ് വാങ്ങാറുള്ളത്, ചിക്കൻ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും ആണ്. അപ്പൊ ഇത്തവണ ഒരു മാറ്റം പിടിച്ച് ഞങ്ങൾ ഇന്ന് മീനാണ് കേട്ടോ വാങ്ങിച്ചത്. അത് നല്ല മാംസമുള്ള മീൻ തന്നെ വേണം, കാരണം എന്നും കൂട്ടുന്ന ചാളയും മത്തിയൊക്കെ ആയ ഒരു ഇതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇച്ചിരി നല്ല അടിപൊളി ഒരു മീനാണ്, മോതയാണ് കേട്ടോ നമുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് സാധാ ചോറും ഈ കറിയും എന്നാണ് ഫ്രൈ ഒക്കെ ആക്കാന്ന്. അങ്ങനെ രാവിലെ തന്നെ മോത പീസായിട്ട് മുറിച്ചുകൊണ്ട് വന്നുകൊണ്ട് എനിക്ക് വലിയ ജോലി ഇല്ലായിരുന്നു. എങ്കിലും അത് ഞാൻ പിന്നെ ഒരു ചെറിയ പീസും കൂടെ ആക്കി, കാരണം നമ്മുടെ ചട്ടിക്കകത്ത് എല്ലാം കൂടി ഇടണ്ടേ. അങ്ങനെ തന്നെ പീസാക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. മീൻ നമ്മൾ പറ്റിയ ഉള്ളിയും സവാളയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തിട്ട് വെക്കുന്നതായിരിക്കും ടേസ്റ്റ്. നമ്മൾ സാധാ മീൻകറി വെച്ചാൽ ഇതൊരു ടേസ്റ്റും കാണത്തില്ല. ഈ കേര ചൂര ഇങ്ങനെയൊക്കെയുള്ള മീൻ അങ്ങനെ വെക്കുമ്പോഴാണ്. അത് നമ്മൾ തലേന്നേ വെച്ച് വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് തലേന്ന് വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല കേട്ടോ. അവന്നാണ്ടേ ഇന്നാണ് ഞാൻ അതെല്ലാം വെക്കുന്നത്. അതും ഇപ്പോൾ ഒരു സമയം ഒരു 6-7 മണി ആയിട്ടേ ഉള്ളൂ. അപ്പം നേരത്തെ വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും ആ കുടംപുളിയുടെയൊക്കെ പുളിയും എരിയും ഉപ്പും എല്ലാം കൂടെ പിടിച്ച് സെറ്റായിട്ട് ഇരിക്കുമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇക്കാക്ക് രാവിലെ പള്ളിയിൽ പോകണം, പള്ളി നിസ്കാരത്തിന്. അങ്ങനെ രാവിലെ ഞാൻ വിചാരിച്ചു ചായയും കൂടെ അങ്ങ് ഇട്ട് വയ്ക്കാമെന്ന്. അങ്ങനെ നേരെ പോയി പാലൊക്കെ എടുത്തിട്ട് വന്ന് ചായയും കൂടെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ഉള്ളിയും ഇതെല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് അരിയും കൂടെ അങ്ങ് അടുപ്പത്തിട്ട് അങ്ങനെ അരിയും മീൻകറിയായി, പിന്നെ മോരും കൂടെ കാച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിന്ന് പായസം വയ്ക്കുകയാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് വന്ന് കുളിച്ചിട്ട് വന്നു. പിന്നെ പായസം വയ്ക്കാനുണ്ടായിരുന്നു. വെർമസിലിയുടെ മിക്സ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഈ പഞ്ചസാര തന്നെയാണ്. വെർമസിൽ കുറച്ചേ കാണൂ. പിന്നെ അതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കയൊക്കെ കാണും, പക്ഷെ ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളായിരുന്നു, ഏലക്കയൊന്നുമില്ല. പിന്നെ ഞാൻ സെപ്പറേറ്റ് പൊടിച്ച് ചേർക്കുകയാണ് ഏലക്കയൊക്കെ ചെയ്തത്. എനിക്കിതാണ് കേട്ടോ കൂടുതലും എളുപ്പം. മറ്റു സാധാ വെർമസിൽ വെക്കുന്നതിനും കാട്ടി ഇത് പെട്ടെന്ന് അങ്ങ് റെഡി ആവുകയും ചെയ്യും, സമയവും ലാഭിക്കാം. അങ്ങനെ പാല് തിളച്ച് വന്നപ്പോഴേക്കും ആ മിക്സും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ നല്ല പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇന്ന് വെള്ളച്ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ പായസവും കൂടെ ആ ഇലക്കകത്തൊഴിച്ചൊരു പപ്പടവും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ പാല് തിളയ്ക്കാൻ വെച്ച സമയത്ത് ഒരു അബദ്ധം പറ്റിയിരുന്നു, ഒന്ന് അടച്ചു വെച്ചു. പാല് കുറച്ചൊന്ന് തിളച്ചൊന്ന് പോയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കുറച്ച് കക്കയും കൂടെ ഞങ്ങൾ വാങ്ങിച്ച്, കാരണം വലിയ ഇറച്ചിയോ അങ്ങനെയൊന്നും ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല, മീനാണ്. അതുകൊണ്ട് ഇവിടെ കക്കയും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി. ഇക്കാക്ക് വലിയ താല്പര്യമില്ല ഇതിനോട്, പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, കക്കാക്കണവ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ അതിനുള്ള സവാളയും ഉള്ളിയൊക്കെ വഴറ്റി എടുക്കുന്നുണ്ട്. കക്കയും കൂടെ തട്ടിയിട്ട് നമ്മുടെ അരപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാത്തിരിയാലും കൂടെ ഇടാം കേട്ടോ, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഞാൻ അങ്ങനെയാണ് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അങ്ങനെ അതും എല്ലാം കഴിഞ്ഞിട്ട് കക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള മീനും കൂടെ വറുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അത് മോത തന്നെയാണ്. അങ്ങനെ അതും എല്ലാം മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കക്ക തോരൻ ആവിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഠിച്ചോനെ എൻ്റെ നടു ഒടിഞ്ഞ്. കാരണം 6 മണിയായപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. എൻ്റെ ജോലിയെല്ലാം നേരത്തെ കഴിഞ്ഞു, പക്ഷേ എൻ്റെ ആ ഒരു നിപ്പ് നിന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു പരുവായി. പിന്നെ ബാക്കിയുള്ള ഫിഷും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇതുമായിട്ട് വന്നിന്ന് കളിച്ച്. അപ്പോൾ നമുക്ക് ചോറുണ്ണാനൊന്നും സമയമായിട്ടില്ല. നമ്മളൊരു 2 മണി ആവാറായപ്പോഴാണ് ചോറൊക്കെ കഴിക്കാൻ പോയത്. അങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഞങ്ങൾ നേരെ ചോറ് അങ്ങോട്ട് വിളമ്പുകയാണ്. അച്ചാറും അതുപോലെ തന്നെ ബീൻസ് തോരൻ, മോര്, കക്ക തോരൻ, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ പായസം. നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പം ഇക്ക ഉറങ്ങിക്കാക്ക് ഇത്തിരി മതിയെന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇത്രയും ചോറിട്ട് വെച്ചിട്ട് ഇച്ചിരി മതിയെന്നോ? ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം നമ്മൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ ഐതുവിന് ചില കറികളൊന്നും വേണ്ട, ചില കറികൾ വേണം, അച്ചാറ് വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായാലും ഞങ്ങൾ ഇരുന്നു കേട്ടോ. അപ്പം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. എന്നെ പോനോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആ പായസം കൂടെ കുട്ടി കഴിച്ചപ്പോൾ സ്വർഗം സ്വർഗം സ്വർഗം. അപ്പോൾ സൂപ്പറായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടിക്കാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ എന്തായി, എല്ലാവരുടെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു ഫുഡ് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ. ബൈ, സീ യു.